നമസ്കാരം. രാജധാനി വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അനു ഷൈജോ. പ്രധാന വാർത്തകൾ. മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ ദേവാലയത്തിൽ ഊട്ടുതിരുനാളിന് കൊടിയേറി. കഴിഞ്ഞ ഞായറാഴ്ച KLM സംഘടനയുടെ മീറ്റിംഗ് നടന്നു. വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ആഘോഷിച്ച് മുണ്ടത്തിക്കോട് ഇടവക. വാർത്തകൾ വിശദമായി. മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ ദേവാലയത്തിൽ ഊട്ടുതിരുനാളിന് കൊടിയേറി. വിശുദ്ധ കുർബാനയ്ക്കും പ്രത്യേക പ്രാർത്ഥനകൾക്കും ശേഷമാണ് തിരുനാളിൻ്റെ ഔപചാരിക ഉദ്ഘാടനം കുറിക്കുന്ന കൊടിയേറ്റ ശുശ്രൂഷ നടന്നത്. കൊടിയേറ്റ ശുശ്രൂഷകൾക്ക് ഫാദർ ലിജോയ് താനിക്കൽ മുഖ്യ കാർമ്മികത്വം നിർവഹിച്ചു. ഇടവക വികാരി ഫാദർ ജോൺ പാവറട്ടിക്കാരൻ, തിരുനാൾ കമ്മിറ്റി അംഗങ്ങൾ, കൈക്കാരന്മാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ വിശ്വാസികൾ ഭക്തിപൂർവ്വം പങ്കെടുത്തു. കൊടിയേറ്റത്തോടുകൂടി തിരുനാളിൻ്റെ ആഘോഷങ്ങൾക്ക് തുടക്കമായി. കൂടുതൽ ഊട്ടുതിരുനാൾ അറിയിപ്പുകളിലേക്ക്. യൂണിറ്റുകളുടെ നേതൃത്വത്തിലുള്ള വിശുദ്ധ കുർബാനയും കാഴ്ച സമർപ്പണവും തുടരുന്നു. ഊട്ടുതിരുനാളിനോടനുബന്ധിച്ച് എല്ലാ വിശ്വാസ പരിശീലന വിദ്യാർത്ഥികളും അടുത്ത ഞായറാഴ്ച രണ്ടാമത്തെ കുർബാനയ്ക്ക് നാളികേരം സമർപ്പിക്കേണ്ടതാണ്. ഊട്ടുതിരുനാളിനോടനുബന്ധിച്ചുള്ള വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള ഉൽപ്പന്ന പിരിവ് ഓഗസ്റ്റ് 12-ന്. അന്നേ ദിവസം ഉച്ചയ്ക്ക് മുമ്പ് യൂണിറ്റ് ഭാരവാഹികൾ നിർദ്ദേശിക്കുന്ന വീടുകളിൽ ഉൽപ്പന്നങ്ങൾ എത്തിക്കേണ്ടതാണ്. ഓഗസ്റ്റ് 14 വെള്ളിയാഴ്ച പ്രസിദ്ധേന്തി വാഴ്ച. അന്നേ ദിവസത്തെ വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് ഫാദർ ബിറ്റോ തലക്കോട്ടൂർ. ഓഗസ്റ്റ് 15 തിരുനാളിനോടനുബന്ധിച്ച് CLC സംഘടനയുടെ നേതൃത്വത്തിൽ ഐസ്ക്രീം സ്റ്റാൾ നടത്തുന്നു. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച KLM സംഘടനയുടെ മീറ്റിംഗ് നടന്നു. കഴിഞ്ഞ ഞായറാഴ്ച ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന KLM ജനറൽ ബോഡി യോഗം പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ചു. പ്രസിഡന്റ് സ്വാഗതം പറയുകയും സംഘടനാ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. തുടർന്ന് മരണാന്തര ഫണ്ടിന്റെ കാർഡ് വിതരണവും വിവിധ ക്ഷേമനിധികളിൽ ചേരാൻ ആഗ്രഹിക്കുന്നവരുടെ പേര് വിവരങ്ങൾ ചേർക്കുകയും ചെയ്തു. ട്രഷറർ നന്ദി പറഞ്ഞുകൊണ്ട് യോഗം അവസാനിച്ചു. വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ആഘോഷിച്ച് മുണ്ടത്തിക്കോട് ഇടവക. ഇടവക വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ ദേവാലയത്തിലും ആഘോഷിച്ചു. ഇടവക കൈക്കാരൻ ശ്രീ ജോൺസൺ കണനായ്ക്കൽ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ വിശുദ്ധ ജീവിതവും പൗരോഹിത്യ ശുശ്രൂഷയും അനുസ്മരിച്ച് സന്ദേശം നൽകി. തുടർന്ന് കൈക്കാരന്മാരുടെ നേതൃത്വത്തിൽ ഇടവക വികാരി ഫാദർ ജോൺ പാവറട്ടിക്കാരനെ പൂച്ചെണ്ട് നൽകി ആദരിച്ചു. തിരുനാൾ ദിനത്തിൽ തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആശംസകൾ നേർന്ന എല്ലാ ഇടവക അംഗങ്ങൾക്കും വികാരിയച്ഛൻ നന്ദി അറിയിച്ചു. 5ാം പിറന്നാൾ ആഘോഷിക്കുന്ന സെന്റ് പീറ്റർ യൂണിറ്റിലെ ചെറുവത്തൂർ അലക്സ് മിനിത ദമ്പതികളുടെ മകൾ നിവിയയ്ക്ക് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് കുടുംബാംഗങ്ങൾ. അറിയിപ്പുകൾ. അടുത്ത ശനിയാഴ്ച പള്ളി വൃത്തിയാക്കുന്നതിന് നേതൃത്വം നൽകേണ്ടത് തിരുക്കുടുംബം യൂണിറ്റ്. അടുത്ത ഞായറാഴ്ച ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പ്രതിനിധി യോഗം ഉണ്ടായിരിക്കും. അടുത്ത ഞായറാഴ്ച രാവിലെ 6:30 വിശുദ്ധ കുർബാന. വൈകിട്ട് 4:30 മുതൽ 6 വരെ വിശ്വാസ പരിശീലനം. വൈകിട്ട് 6 മണിക്ക് തിരുനാൾ തിരുക്കർമ്മങ്ങൾ. അടുത്ത ഞായറാഴ്ച ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് വായനകൾക്ക് നേതൃത്വം നൽകേണ്ടത് സെന്റ് വിൻസെന്റ് ഇപ്പോൾ യൂണിറ്റ്. ഓണത്തിനോടനുബന്ധിച്ച് CLC സംഘടനയുടെ പായസ വിതരണം നടത്തുന്നു. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. KCYM സംഘടനയുടെ നേതൃത്വത്തിൽ ഇൻസ്റ്റാൾമെന്റ് മേള സംഘടിപ്പിക്കുന്നു. തവണകളായി അടച്ച് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.